Hello guys, welcome to Erox Robotics and welcome back to our unboxing video for 3D printer. ഇതാ നോക്കൂ, നമ്മളുടെ കമ്പോണൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ നമ്മളവിടെ വെച്ചേക്കാണ്. ഇനി അത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് സ്പോഞ്ചും കാര്യങ്ങളും ഇതിനകത്ത് ഫിറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്പോഞ്ചസായിട്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ബ്ലാക്ക് കളർ പോർഷൻ ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് കളർ പോർഷൻ്റെ ഈ രണ്ട് ഭാഗത്ത് രണ്ട് സ്ക്രൂസ് ഉണ്ട്. നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സ്പോഞ്ചസ് റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ടൂൾസിനകത്ത് അലൻ കീ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്യുകയാണ്. ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബ്ലാക്ക് കളർ പാർട്ട് നമ്മൾ മൊത്തത്തിൽ റിമൂവ് ചെയ്ത് അതോട് മാറ്റി വെച്ചു. അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ നല്ല മഴയാണ്. ഈ വിൻഡോസിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഴ കാണാം. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ കാണുന്നത് നമ്മളുടെ 3D പ്രിൻ്ററിൻ്റെ ബിൽഡ് പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റിൻ്റെ താഴെയുള്ള സ്ക്രൂസ് ആണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമുക്കത് ടൈറ്റാണ് ചെയ്യേണ്ടത്. നമ്മളത് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down, and their songs entwine with the trees that നമുക്കിതിൻ്റെ 3 സൈഡിലായിട്ട് 3 സ്ക്രൂസ് ആണ് ടൈറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളുടെ തേർഡ് സ്റ്റെപ്പ്, ടൈറ്റൻ 3 സ്ക്രൂസ്. ഓക്കെ ഗൈസ്, ഈ ഇരിക്കുന്നത് കണ്ടോ, ഇതാണ് നമ്മളുടെ പേർജ് വൈപ്പർ. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റെപ്പ് നമ്പർ 4, പേർജ് വൈപ്പർ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള സ്ക്രൂസ് എല്ലാം നമ്മൾ എടുക്കുകയാണ്. ആ കാണുന്ന സ്ലോട്ടിലാണ് നമ്മൾ പേർജ് വൈപ്പർ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇത്രയുള്ള ഗൈസ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി നമുക്ക് സ്ക്രൂസ് ഫിറ്റ് ചെയ്യാം. Okay guys, moving to our step number 5, attaching the filament arm. ഇതാണ് നമ്മളുടെ ഫിലമെന്റ് ആം. ഈ ഫിലമെന്റ് ആം നമ്മൾ നോക്കുക, ഈ 2 ഹോൾസ് കാണുന്നില്ലേ, അതിനകത്തേക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണന്റിന്റെ പേരാണ് സ്പൂൾ ഹോൾഡർ. 2 ഹോളായിട്ടുള്ള ഒരു ചെറിയൊരു പ്ലേറ്റ് ആണ് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം. നമ്മളുടെ കയ്യിലുള്ള, അതായത് നമ്മുടെ മെഷീൻ്റെ കൂടെ വരുന്ന 2 സ്ക്രൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് സ്പൂൾ ഹോൾഡർ ഈ കാണുന്ന 2 ഹോളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ഫിലമെന്റ് ആം അതിനോട് ചേർത്ത് വയ്ക്കും. Okay guys, moving to step number 6, attaching the AMS unit. AMS unit എന്നാൽ ഓട്ടോമാറ്റിക് മെറ്റീരിയൽ സിസ്റ്റം.
നമ്മൾ നേരത്തെ അത് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ നമ്മളൊരു കിളിയുടെ പോലത്തെ ഒരു സ്റ്റാൻഡ് കണ്ടില്ലേ, അതാണ് നമ്മുടെ AMS യൂണിറ്റിൻ്റെ ഹോൾഡർ. ഈ ഹോൾഡറിലേക്കാണ് നമ്മുടെ AMS യൂണിറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. മൂവിങ് ടു സ്റ്റെപ്പ് നമ്പർ 6. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ AMS യൂണിറ്റ് അതിൻ്റെ ഹോൾഡറിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ സൈഡ്സിൽ 2 സ്പൂൾ ഹോൾഡേഴ്സ് കാണാം. അതിൻ്റെ കളേഴ്സ് നിങ്ങൾ നോക്കുക. വൺ ഈസ് ഗ്രീൻ ആൻഡ് അതേഴ്സ് ഇസ് യെല്ലോ. അതുപോലെ 2 സൈഡിലും ഉണ്ട് നമുക്കത്. രണ്ട് യെല്ലോ കളർ സ്പൂൺസ് ആണത്. നെക്സ്റ്റ് 2 ഗ്രീൻ കളേഴ്സ്. അപ്പം നമ്മളുടെ സ്പൂൾ ഹോൾഡേഴ്സിന് റെസ്പെക്റ്റീവ് കളേഴ്സ് തന്നെയാണ് നമ്മൾക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. That is green, attaching to green spoon holder. Okay guys, ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റെപ്പ് നമ്പർ 7, അറ്റാച്ചിങ് ദ സ്പൂൾ ഹോൾഡേഴ്സ് ആൻഡ് സ്പൂൾസ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് കളേഴ്സ്. ആൻഡ് വൺ തിങ് നമുക്ക് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യുന്നത്, നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സ്പൂൾസിനും സെപ്പറേറ്റ് നമ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാം. 1, 2, 3 and 4. അങ്ങനെ AMS യൂണിറ്റിൽ റെസ്പെക്റ്റീവായിട്ട് ഇവിടെ 2, 3 ആൻഡ് ടോപ്പിൽ 1, 4. ഗൈസ്, സ്റ്റെപ്പ് നമ്പർ 7 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളുടെ AMS യൂണിറ്റ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ 3D പ്രിൻ്ററും AMS യൂണിറ്റും തമ്മിൽ മിനിമം ഒരു 6 to 10 ഇഞ്ചസ് ഗ്യാപ്പെങ്കിലും നമ്മൾ വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നോട്ട് ചെയ്തോളൂ, നമ്മുടെ 3D പ്രിൻ്ററും AMS യൂണിറ്റും തമ്മിൽ 6 to 10 ഇഞ്ചസ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ചെക്ക് ദിസ് ഔട്ട് ഗൈസ്. ഇതാണ് PTFE ട്യൂബ്സ്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 8 ഈസ് അറ്റാച്ചിങ് PTFE ട്യൂബ്സ്. നമുക്ക് 4 ടൈപ്സ് ഓഫ് ട്യൂബ്സ് ആണുള്ളത്. 2 ഷോർട്ട് ആൻഡ് 2 ലോങ്. ഓക്കെ, let's see how we are going to connect this. Shorter one. This is the shorter one. Attaching from the AMS unit to the 3D printer. ലെഫ്റ്റ് സൈഡ് ഇന്നർ സൈഡിലുള്ള രണ്ട് ഷോർട്ടർ ട്യൂബ്സ് നമ്മൾ 3D പ്രിന്ററിന്റെ ലെഫ്റ്റ് സൈഡ് ഔട്ട് സൈഡിലുള്ള ഹോൾസിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഔട്ടർ വരുന്ന 2 ഹോൾസിൽ നിന്ന് ലോങ് ട്യൂബ്സ് ആണ് നമ്മൾ 3D പ്രിന്ററിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ട്യൂബ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യുന്ന നമുക്കൊരു ട്യൂബ് ഡിവൈഡർ ഉണ്ട്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ട്യൂബ് ഡിവൈഡർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്യൂബ്സ് എല്ലാം കട്ട് ചെയ്തത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളുടെ സ്റ്റെപ്പ് 8ന്റെ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ ട്യൂബ്സ് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 9. മൂവിങ് ടു സ്റ്റെപ്പ് നമ്പർ 9, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ AMS യൂണിറ്റിൻ്റെ കോഡ് എടുത്ത് നമ്മൾ 3D പ്രിന്ററിലേക്ക് കണക്ട് ചെയ്യണം. AMS യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്ലഗ് ഇൻ ടു 3D പ്രിന്റർ.
അങ്ങനെ നമ്മളുടെ AMS യൂണിറ്റും 3D പ്രിന്ററും തമ്മിൽ കണക്ട് ആയി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ 3D പ്രിന്റർ വാളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ 3D പ്രിന്റർ ബാക്കിലാണ് നമ്മുടെ സ്വിച്ച് വരുന്നത്. Okay guys, let's start our work. നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ 3D പ്രിന്റർ കമ്പനി വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ്, ഇറ്റ്സ് കണക്റ്റഡ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 3D പ്രിന്ററിന്റെ കണക്ഷൻസും സെറ്റിംഗ് അപ്പും എല്ലാം വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ കരുതുന്നു. എനിവേ, അടുത്ത മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം എറോക്സ്.